ഏറ്റവും അവസാനത്തെ ടാലി ഇതാ ഒരിക്കൽ കൂടി പറയാം. ബീഹാറിൽ 243 അംഗ നിയമസഭയിൽ 208 സീറ്റുമായി, അതും പലയിടത്തും വലിയ ഭൂരിപക്ഷമാണ്. 208 എന്ന വലിയ നമ്പറിലേക്ക്, വലിയ മാർജിനിലാണ് ഇപ്പോൾ NDA സഖ്യം വന്ന് നിൽക്കുന്നത്. മഹാഗഡ്ബന്ധൻ മഹാസഖ്യം 28 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബീഹാർ എന്നാൽ നിതീഷാണ്, ബീഹാർ എന്നാൽ നരേന്ദ്രമോദിയാണ് എന്ന തരത്തിലുള്ള റിസൾട്ടാണ് ഇന്ന് ബീഹാറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. 60 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. ആ 60 സീറ്റുകളിൽ 6 പോലും ലീഡ് ചെയ്യാൻ, അതായത് 6 പോലും ലീഡ് ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അത്രയും മോശം, ചരിത്രത്തിലെ ഏറ്റവും മോശം പെർഫോമൻസ് ആണ് ഇപ്പോൾ കോൺഗ്രസ് ബീഹാറിൽ കാഴ്ചവെക്കുന്നത്. എന്തായാലും ഇപ്പോൾ പലതരത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെ കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ RJDയുടെയും ഭാഗത്ത് നിന്ന് ജ്ഞാനേഷ് കുമാറാണ് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചത്, ഇന്നത്തെ ദിവസത്തെ ഹീറോ ജ്ഞാനേഷ് കുമാറാണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കാര്യം കൂടി ആര്യ, ഇതിൽ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ എക്സിറ്റ് പോൾ സർവേ നടത്തിയ ആളുകൾ കരയുന്ന കണ്ടിട്ടുണ്ട്. കാരണം അവരിങ്ങനെ ഒരു റിസൾട്ട്, എനിക്ക് തോന്നുന്നു ഇത്തവണയും എക്സിറ്റ് പോളുകൾ ഒരു കണക്കിന് നോക്കിയാൽ പാളിയെന്ന് കൂടി പറഞ്ഞു. കാരണം ഇത്രയും വലിയൊരു വിജയം NDAക്ക് ഉണ്ടാകുമെന്ന് ഒരു ഘട്ടത്തിലും പ്രവചിച്ചല്ല. കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് വന്ന മൈ ആക്സിസ് അല്ലേ, ഇന്ത്യ ആണെന്ന് തോന്നുന്നു, അവരാണ് ഒരു ഫോട്ടോ ഫിനിഷ് എന്ന നിലയിലേക്ക് വരെ ഇത് വന്നേക്കാമെന്ന് പ്രവചിച്ചാണ്. അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു 8 സർവേകളിലും NDAക്ക് ഒരു 140-150 റേഞ്ചിലേക്ക് നിന്നിട്ടുള്ളൂ. പക്ഷേ 200 മുകളിലേക്ക് ഒരു എക്സിറ്റ് പോളുകളും പ്രവചിച്ചാണ്. BJP ഇത്രയും BJP എന്ന പാർട്ടി ബീഹാറിൽ ഇത്രയും വലിയ നേട്ടം കൈവരിക്കുമെന്നുള്ള കാര്യം ഒരു എക്സിറ്റ് പോളിലും നമ്മൾ കണ്ടിരുന്നില്ല എന്നതുകൂടി ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ കണക്കുകൾ എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, അതിൽ വലിയ രീതിയിലുള്ള കടന്നുകയറ്റം, സ്വാധീനമില്ലാത്ത പല മേഖലകളിലേക്കും ചെല്ലാൻ ആയിട്ടുണ്ട് BJPക്ക് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നിതീഷ് കുമാർ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി, അക്കാര്യത്തിൽ സംശയമില്ല. ഇവിടെ മഹാസഖ്യം ആരെയാണോ മുഖ്യമന്ത്രി, അതായത് ഞങ്ങളുടെ CM ഫേസ് എന്ന് കാണിച്ച് വോട്ട് പിടിച്ചത്, പ്രചാരണത്തിന് ഇറങ്ങിയത്, തെരഞ്ഞെടുപ്പിന് നേരിട്ടത്, ആ വ്യക്തി തേജസ്വി യാദവിന്റെ എല്ലാ തേജസ്സും കോൺഗ്രസ് 2 സീറ്റിലേക്ക് ചുരുങ്ങുന്നതാണ് ഏറ്റവും പുതിയ വിവരം എന്നത്. കോൺഗ്രസ് 2 സീറ്റിലേക്ക്, 60-61 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് വെറും 2 സീറ്റിലേക്ക് ആണെന്ന് കോൺഗ്രസിന്റെ ബീഹാറിൽ നിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ വോട്ട് ചോരി വോട്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് കൊണ്ട്, മഹാസഖ്യത്തിന് വോട്ട് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഗുണവുമില്ല, എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അല്ലാതെ ഒരു തരത്തിലും ഈ കണക്കുകളെ, ഈ സീറ്റ് നമ്പേഴ്സിന് നമുക്ക് വിശദീകരിക്കാൻ കഴിയുകയില്ല. 60-ൽ നിന്ന് 60 സീറ്റുകളിൽ 2 മാത്രമാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മോശം പ്രകടനമാണ്. ബസന്ത വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, ഇതിന് മുൻപുള്ള ഒരു ബീഹാറിന്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 51 മുതൽ ഇങ്ങോട്ട് 5 സീറ്റാണ് ഏറ്റവും മോശം. ഇപ്പോൾ അതിലും താഴേക്ക് കോൺഗ്രസ് പോവുകയാണോ? കോൺഗ്രസിന് ഒരുപക്ഷെ ചരിത്രത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആകെ 2 സീറ്റാണ് കോൺഗ്രസ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലെ ആദ്യത്തെ സ്ക്രോൾ ഇതിൽ നിന്നും കോൺഗ്രസ് പോലും ഒഴിവാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം. CPI MLന് 2 സീറ്റ്, അതേസമയം അസദുദ്ദീൻ ഒവൈസിയുടെ AMIMന് 6 സീറ്റിൽ അവർ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. 61 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ആണ് 2 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നത്. അതേസമയം കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ അതിശക്തമായ വികാരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് ദിഗ്വിജയ് സിംഗിൻ്റെതാണ്, മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടേത്. CWC മെമ്പറാണ്, മുതിർന്ന നേതാവാണ്. അദ്ദേഹം വോട്ട് ചോരിയെക്കുറിച്ചൊക്കെ ആദ്യം അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറയുന്നുണ്ട്. 68 ലക്ഷം പേരെ ഒഴിവാക്കി, 3 ലക്ഷം പേരെ കൂടുതലായി ചേർത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം ശ്രദ്ധിക്കണം. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് there remains a suspicion over the EVM. INC India needs to pay special attention to its organization. സംഘടനയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ദിഗ്വിജയ് സിംഗ് മുന്നറിയിപ്പ് നൽകുന്നത്. ടുഡേയ്സ് election is about intensive public contact at the polling booth, not rallies and public meetings. പൊതുയോഗങ്ങളും റാലികളുമല്ല സംഘടനാ പ്രവർത്തനം, താഴെത്തട്ടിലെ ബൂത്തിലെ നിങ്ങളുടെ ഇടപെടലാണ് എന്നുള്ള കനത്ത മുന്നറിയിപ്പാണ് ദിഗ്വിജയ് സിംഗ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏറ്റവും രൂക്ഷമായ ഒരു വിമർശനം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ നേർക്ക് തന്നെയാണ്. അദ്ദേഹം ഇതിൽ രാഹുൽ ഗാന്ധിയെ ടാഗ് ചെയ്തിട്ടുണ്ട്, മല്ലികാർജ്ജുന ഖാർഗെയെ ടാഗ് ചെയ്തിട്ടുണ്ട്, പ്രിയങ്ക ഗാന്ധിയെ ടാഗ് ചെയ്തിട്ടുണ്ട്. അതായത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പൊട്ടിത്തെറി വരുന്നു. ഈ റാലികളും
പൊതുയോഗങ്ങളും അല്ല സംഘടനാ പ്രവർത്തനം. താഴെത്തട്ടിൽ പോളിംഗ് ബൂത്തിൽ നടത്തുന്ന ആ പ്രവർത്തനമാണ് സംഘടനാ പ്രവർത്തനം എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങൾ വളരെ നിർണായകമാണ്. രാഹുൽ ഗാന്ധി സ്ഥലത്തില്ല, അദ്ദേഹം വിദേശത്താണ്. പ്രിയങ്ക ഗാന്ധി വിദേശത്താണ്, മടങ്ങിയെത്തിയിട്ടില്ല. ഈ വിഷയത്തിൽ ഇതുവരെ ഈ തോൽവിയിൽ ഒരു പ്രതികരണം പോലും ഉണ്ടായിട്ടില്ല. ആകെ 4-5 റാലികളിലാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ പങ്കെടുത്തത്. പ്രിയങ്ക ഗാന്ധിയും സമാനമായ രീതിയിൽ. ആ പോയ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് NDA ആണെന്നുള്ളതാണ്. കിഷൻഗഞ്ച് ഒഴിച്ചുള്ള എല്ലാ റാലികളിലും പോയ സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ജയിക്കുന്നത് NDA ആണെന്നുള്ളൊരു സത്യം കൂടി ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങൾ വളരെ വലിയ വെല്ലുവിളിയാണ് നൽകുന്നത്. ഇനി ആരിതിന് മറുപടി പറയും എന്നുള്ളതാണ്. ഇതിന്റെ ഉത്തരവാദിത്തം ആരിൽ നിങ്ങൾ കൊണ്ട് കെട്ടിവെക്കും എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ പ്രചാരണത്തിന് പോയവരോട് ചോദിക്കണമെന്ന്. ഇപ്പോൾ ശശി തരൂർ ഏകദേശം പാർട്ടിക്ക് എതിരായി നിലപാടുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയവരോട് ചോദിക്കുമെന്ന് തരൂർ തന്നെ വ്യക്തമാക്കുന്നു. ഇത്രയും വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് വലിയ പ്രചാരണ പരിപാടികളൊക്കെ നടത്തിയിട്ടും നിലം തൊടാൻ കഴിയാതെ പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ 2 സീറ്റ് അത്രയും ദുർബലമായ അവസ്ഥയിലേക്കാണ്. ഇത് രാഹുൽ ഗാന്ധി മാത്രം മറുപടി പറഞ്ഞാൽ പോരാ, കോൺഗ്രസ് നേതൃത്വം ആകെ പറയണം. ഇത് ഒരു ചർച്ചയിലേക്കെങ്കിലും കോൺഗ്രസ് പോകുമോ, അതോ വീണ്ടും ഈ കുറേ ആരോപണങ്ങളുമായിട്ട് ഇങ്ങനെ തുടരുക എന്നതാണോ പാർട്ടിയുടെ മുമ്പിലുള്ള വഴി? അല്ല, ഇതിന്റെ ഉത്തരവാദിത്തം ആര് എന്ന് കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാക്കളോട് ചോദിച്ചാൽ ആദ്യം മറുപടി പറയണം ഗാന്ധി കുടുംബം ഒഴിച്ച് ആരും ഇതിന് ഉത്തരവാദികളായിരിക്കും എന്നുള്ളതാണ്. അവിടാണ് പ്രശ്നം. ഇതിന്റെ ആത്യന്തികമായ ഇതിന്റെ എല്ലാം കെട്ടിവെച്ചു കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു നേതാവിന്റെ തലയ്ക്കായിരിക്കും. ഇതിപ്പോൾ സംസ്ഥാന നേതൃത്വം ഏറ്റവും തീർത്തും ദുർബലമായ ഒരു സംസ്ഥാന നേതൃത്വമാണ് ബീഹാറിലുള്ളത്. ഇവിടെ നിന്ന് അശോക് ഗെഹ്ലോട്ട് പോയി, KC വേണുഗോപാൽ പോയി, ഒരുപാട് കേന്ദ്ര നേതാക്കൾ എല്ലാവരും എത്തി, പ്രിയങ്ക ഗാന്ധി എത്തി, രാഹുൽ ഗാന്ധി എത്തി. പക്ഷേ എന്തുകൊണ്ട് അവിടെ ഒരു ഏകോപനം ഉണ്ടായില്ല എന്നുള്ളതാണ്. RJDയും കോൺഗ്രസും തമ്മിലുള്ള ആ ഒരു ഏകോപനം പോലും പാളി എന്നുള്ളതാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ആ രസതന്ത്രം പോലും നല്ല രീതിയിലായിരുന്നില്ല എന്നുള്ളൊരു വികാരം അല്ലെങ്കിൽ ആ ഒരു പരാതി ഇപ്പോൾ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കോൺഗ്രസ് തകർന്നടിയുമ്പോൾ RJDയും വലിയ തോതിൽ താഴോട്ട് പോകുന്ന ഒരു കാഴ്ച അവിടെ കാണുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ കോൺഗ്രസ് ഒരു ഘട്ടത്തിലും അവിടെ ഉണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും എന്നുള്ള അന്ന് കേട്ട ആ പരാതി ശരിയാകുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ കാണുമ്പോൾ എന്നുള്ളതാണ്. കിഷൻഗഞ്ചിൽ 20,000-ൽ പരം വോട്ടുകൾക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നത് ഒഴിച്ചാൽ 2ാമത്തെ സീറ്റിൽ ജയിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. അങ്ങനെയാണെങ്കിൽ ഒരു സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങാനുള്ള ഒരു വലിയ സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത് എന്നുള്ളതാണ്. ഈ ദിഗ്വിജയ് സിംഗിന്റെ, നേരത്തെ ശശി തരൂർ പറഞ്ഞതുപോലെ തന്നെ ദിഗ്വിജയ് സിംഗും സമാനമായ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. വോട്ട് ചോരിയെ കുറിച്ചൊക്കെ അദ്ദേഹം ആദ്യം പറയുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് കോൺഗ്രസ് ശ്രദ്ധ ചെലുത്തേണ്ടത് എവിടെ എന്ന് എടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇതാണ് പോളിംഗ് ബൂത്തിൽ താഴെത്തട്ടിൽ നിങ്ങൾ എത്ര സജീവമാകുന്നു എന്നുള്ളതാണ്. റാലികളും പൊതുയോഗങ്ങളും ഇത്തരത്തിലുള്ള വിഷയങ്ങളും അല്ല എന്നെടുത്ത് പറയുമ്പോൾ അവിടെ തകരുന്നത് ഇന്നത്തെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആ നേതാവാണ്, അല്ലെങ്കിൽ ആ ഒരു സംഘടന നേതൃനിരയാണ്. അതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഉണ്ടാകണം, പ്രിയങ്ക ഗാന്ധി ഉണ്ടാകണം, മല്ലികാർജ്ജുന ഖാർഗെ ഇതിന്റെ ഉത്തരവാദിത്തം എടുക്കണം. ബീഹാർ പോലൊരു സംസ്ഥാനം തകരുമ്പോൾ നാളെ ഇനി അഖിലേഷ് യാദവ് എന്തിനാണ് കോൺഗ്രസിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? നാളെ DMK എന്തിനാണ് കോൺഗ്രസിന് സീറ്റുകൾ കൊടുക്കേണ്ടത്? നാളെ തൃണമൂൽ ഉറപ്പായിട്ടും മമതാ ബാനർജി കോൺഗ്രസ് വേണ്ടാന്ന് പറയും. പിന്നെ ആകെ ഉള്ളൊരു തുരുത്ത് കേരളമാണ്. അവിടെ എങ്ങനെയായിരിക്കും കോൺഗ്രസിന്റെ പ്രകടനം എന്നുള്ളതാണ്. ഏത് തരത്തിൽ കോൺഗ്രസ് മുന്നോട്ട് നീങ്ങും? SIR ആണോ അവിടത്തെയും വിഷയം, അതോ മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? SIR എന്ന് പറയുന്ന കോടതിയിൽ മാത്രം പയറ്റി തെളിയേണ്ട ഒരു വിഷയത്തെ സാധാരണക്കാർക്ക്, ബീഹാറിലെ സാധാരണക്കാരുടെ മുമ്പിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളിയായി മാറുന്നു. ഈ വരുന്ന ദിവസങ്ങൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വാഭാവികമായിട്ടും ശരിയാണ്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പോ നമുക്ക് ബീഹാർ തെരഞ്ഞെടുപ്പുമായി കൂട്ടിയിണക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു മൊറേൽ നഷ്ടപ്പെടാൻ കോൺഗ്രസിന് ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നത് വസ്തുതയാണ്. കാരണം അല്ലെങ്കിൽ ബീഹാറിൽ ഒരു വലിയ വിജയമോ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും അവരുടെ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ കുറച്ച് കരുത്തായിരുന്നു. അത് ഉണ്ടാകുന്നില്ല എന്നത് കോൺഗ്രസ് ഇരുത്തി ചിന്തിക്കേണ്ട വിഷയം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ബസ്സും സൂചിപ്പിച്ച കൃത്യമാണ്. ഗാന്ധി കുടുംബത്തിലല്ലാത്ത ആരുടെയെങ്കിലും തലയിൽ ഇതിന്റെ ഉത്തരവാദിത്വം വന്ന് വീഴുമോ എന്നാണ് ഇനി കാത്തിരിക്കേണ്ടത്. നമുക്ക് എങ്ങനെയാണ് സീറ്റ് നില, എങ്ങനെയായിരുന്നു മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്, എവിടേക്കാണ് NDAയുടെ മുന്നേറ്റം ഉണ്ടായത്, എവിടേക്കാണ് RJDയും കോൺഗ്രസും ഒക്കെ തകർന്നടിഞ്ഞതെന്ന് വിശദമായ